മലയാള സിനിമയിൽ ഒരു കാലത്തുണ്ടായിരുന്ന അപ്രഖ്യാപിത ചടങ്ങായിരുന്നു വിവാഹം കഴിയുന്നതും സിനിമയിൽ നിന്നും അപ്രത്യക്ഷരാകുന്ന നടിമാർ. ചിലർ കുറച്ചുകാലം കഴിഞ്ഞ് മക്കൾ വളർന്നു വലുതായതിനു ശേഷം തിരികെ വരും. വേറെ ചിലരെ കാണുക പോലുമില്ല. വിവാഹം കഴിഞ്ഞ് 2 മക്കൾ പിറന്ന ശേഷം ഏറെക്കാലം സിനിമയിൽ നിന്നും വിട്ടുനിന്ന അഭിനേത്രിയാണ് വാണി വിശ്വനാഥ്. ആ വിടവ് ഒരുപാട് കാലം നീണ്ടില്ല എങ്കിലും വാണി സിനിമയിൽ വന്നു. സജീവമായി നിന്നില്ല എന്നു മാത്രം. പിന്നീട് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരുന്നു. ഈ വർഷം ഇറങ്ങിയ ഡബിൾ ബാരൽ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാള സിനിമയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ആക്ഷൻ സ്റ്റാർ. നടൻ ബാബുരാജിനെയാണ് നടി കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നാൽ കല്യാണത്തിന് മുൻപ് നടന്ന താരത്തിന്റെ ഒരു പ്രണയത്തെപ്പറ്റിയുള്ള ഒരു കഥയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ബാബുരാജിന് മുൻപ് താരത്തിന്റെ ശക്തമായ ഒരു പ്രണയം ഉണ്ടായിരുന്നുവെന്നും കല്യാണം വരെ എത്തിയെങ്കിലും പിന്നീട് മുടങ്ങുകയായിരുന്നുവെന്നുമാണ് കഥ. എഴുത്തുകാരനായിരുന്നു വാണിയുടെ ആ കാമുകൻ. എഴുത്തുകാരൻ തോട്ടപ്പള്ളി മധു. കല്യാണം കഴിക്കാൻ അമ്പലത്തിൽ വരെ പോയെന്നും പിന്നീട് അവിടെ എന്താണ് സംഭവിച്ചതെന്നും മധു വെളിപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഭലേ ദമ്പതുലു എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സമയത്ത് താനും വാണി വിശ്വനാഥും പ്രണയത്തിലാകുന്നത്. ആ ബന്ധം വളരെ പെട്ടെന്ന് ശക്തമായതോടെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലേക്കും പോയി. അതിനു മുൻപ് 1 വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പലപ്പോഴും കാണുകയും സംസാരിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ എന്തായാലും വിവാഹം കഴിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ ആ ദിവസം അമ്പലം തുറന്നിരുന്നില്ല. സൂര്യഗ്രഹണം കാരണം അന്നേ ദിവസം അമ്പലം അടച്ചിടുകയും അത് തുറക്കാൻ സാധ്യതയില്ലെന്നുമാണ് അറിഞ്ഞത്. ഇതോടെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു. പിന്നീട് വിവാഹം കഴിക്കാൻ വേണ്ടി പലപ്പോഴായി ശ്രമിച്ചെങ്കിലും അതൊന്നും നടക്കാതെ പോയി. അങ്ങനെ കല്യാണം മുടങ്ങിപ്പോയതോടെ വിവാഹത്തിലേക്ക് എത്താതെ പ്രണയം അവസാനിക്കുകയായിരുന്നു. ഇനി ഇതുമായി മുന്നോട്ടു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു. അങ്ങനെയാണ് ബന്ധം അവസാനിച്ചതെന്നും ആ വേദനയിൽ നിന്നും താനൊരു കവിത എഴുതിയിട്ടുണ്ടെന്നുമൊക്കെ തോട്ടപ്പള്ളി മധു വെളിപ്പെടുത്തി. മധുവുമായുള്ള വേർപിരിയലിന് ശേഷമാണ് വാണി ബാബുരാജുമായി പ്രണയത്തിലാകുന്നത്. 2002 ഇവർ വിവാഹം കഴിക്കുകയും ചെയ്തു. 1987 മംഗല്യചാർത്ത് എന്ന സിനിമയിലൂടെയാണ് താരം മലയാള ചലച്ചിത്ര രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും താരം അഭിനയിച്ചിട്ടുണ്ട്. 2000 സൂസന്ന എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വാണിക്ക് 2ാമത്തെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ആക്ഷൻ റാണി എന്ന വിശേഷണം സ്വന്തമാക്കിയ മലയാളത്തിലെ ഏക നടി വാണി വിശ്വനാഥാണ്. പോലീസ് വേഷത്തിലും സ്റ്റൈലിഷ് ലുക്കിലുമൊക്കെ സംഘട്ടനം അവതരിപ്പിച്ചാണ് വാണി ശ്രദ്ധേയയാവുന്നത്. വാണിക്ക് മുൻപും ശേഷവും ഇത്തരമൊരു കഥാപാത്രം ചെയ്യാൻ സാധിക്കുന്ന നായികമാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.